ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കേക്കായിട്ടല്ല കേട്ടോ വന്നത്. ഇന്നൊരു സൂപ്പർ ചിക്കൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കാം. ഇളം ചൂടെന്ന് പറയുമ്പോൾ നമ്മൾ തൊടുമ്പോൾ ചൂടുണ്ട് എന്ന് തോന്നുന്ന അത്രയും ചൂട് മതി, ഒരുപാട് ചൂടാവരുത്. ആയാൽ ഈസ്റ്റ് പൊങ്ങാണ്ട് വരും, അതുകൊണ്ടാണ് പതയാണ്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഇളം ചൂടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചൂട് മതി. അങ്ങനെ 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അതിലേക്ക് മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് അതും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ആ ഈസ്റ്റ് നന്നായിട്ട് പതയുന്നവരെ, മിക്സായി വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആകുന്നവരെ മാറ്റി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം ആ വെള്ളത്തിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ഇടുക. പിന്നെ അതിലേക്ക് ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ ഇടുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ, അല്ലെങ്കിൽ പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അത് ഇടുക. ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കണം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴയ്ക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ബൗളിൽ വെച്ചിട്ട് തന്നെ കുഴയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ചിലപ്പോൾ കയ്യിലൊക്കെ ഒട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് ഞാൻ പറയുന്ന അതേ അളവിൽ ഇടുകയാണെങ്കിൽ ഒന്നും ഒട്ടത്തില്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. അഥവാ നിങ്ങൾക്ക് കയ്യിൽ ഒട്ടുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി തൂകിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കയ്യിൽ എണ്ണ നിങ്ങൾ കയ്യിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒലീവ് ഓയിലാണ് കയ്യിൽ ഇച്ചിരി തൂകുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കധികം ഒട്ടുന്നൊന്നുമില്ല. നിങ്ങൾക്കത് ഒട്ടുവാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കുക. നല്ല സോഫ്റ്റ് ആകും വരെ കുഴച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചതിന് ശേഷം ഈ ബോളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിപ്പോവും, അതിന് പൊങ്ങി വരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത്. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ല ക്ലിംഗ് റാപ്പ് ഇട്ടോ ഫോയിൽ പേപ്പർ ഇട്ടിട്ടോ അങ്ങനെയെങ്കിലും നന്നായി ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ. നിങ്ങൾ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നോക്കുക, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് പിസ്സയിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാം. ഒരു 4-5 പീസ് മതിയാവും. നമ്മൾ സാധാരണ കറി വയ്ക്കാനൊക്കെ വാങ്ങുന്ന പീസുകളിൽ നിന്ന് ഒരു 4-5 പീസ് അധികം എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക. 4-5 പീസ് മതിയാവും. എന്നിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ് ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് നമ്മൾ വറ്റൽമുളക് പൊടിച്ചിട്ടാൽ മതിയാവും. അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1/2 ടീസ്പൂൺ സോയ സോസ്, പിന്നെ ലാസ്റ്റായിട്ട് കുറച്ചൊരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇടുക. പിസ്സ സീസണിങ് ആണെങ്കിൽ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചില്ലി ഫ്ലേക്സും ചില്ലി സോസും ഇല്ലെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഇതിലേക്ക് മുളക് പൊടിയുടെ ടേസ്റ്റ് വരാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇടണ്ടെന്ന് പറയുന്നത്. കാരണം നമ്മുടെ പിസ്സയുടെ ടേസ്റ്റ് വേറെയാണല്ലോ, അതുകൊണ്ടാണ് ഈ സോസുകളൊക്കെ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലാ മസാലയും പുരട്ടി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 1/2 മണിക്കൂർ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തലേദിവസം രാത്രി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ മാവ് കുഴച്ചത് സെറ്റ് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഈ ചിക്കൻ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുക. ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ കയ്യിലൊന്നും ഒട്ടത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അതിൽ പുറത്തുള്ള എണ്ണയൊക്കെ അതിലോട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് പിസ്സ ട്രേയിലേക്ക് മാറ്റി ഫില്ലിംഗ് ഒക്കെ നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഇടുന്നത്, കൺവെക്ഷൻ മോഡിലാണ് ഇടുന്നത്. ആ സമയം നമുക്ക് പിസ്സ ട്രേയിലേക്ക് ആക്കിയിട്ട് ഫില്ലിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിസ്സ ട്രേ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവിട്ടിട്ട് നന്നായിട്ട് അതിൽ ഫുള്ള് കവറാവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും അതിങ്ങനെ വഴുകി പോകും. കാരണം അതിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് വഴുകി പോകും. അത് കുഴപ്പമില്ല. കുറച്ച് മൈദപ്പൊടി തൂകിയിട്ട് പ്രസ് ചെയ്ത് ആക്കിയാൽ മതിയാവും. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ഫുള്ള് അതിലേക്ക് കവറായിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു കുഴിക്കകത്ത് ഈ മസാലകളെല്ലാം ഇരിക്കും, അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ പുറത്തോട്ടൊക്കെ ആവും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ സൈഡൊന്ന് പൊങ്ങി നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇത് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വിടുക. കാരണം മസാല ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയാൽ മതിയാവും. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ഒഴിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം പുളി ഇഷ്ടമാണോ അതിനനുസരിച്ച് ഒഴിക്കുക. എനിക്ക് ഇത്തിരി ഇഷ്ടമാണ്, ടൊമാറ്റോ സോസിൻ്റെ പുളി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം പിന്നെയും ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഫസ്റ്റ് ഒഴിച്ചിട്ട് പിന്നെ പിസ്സ സോസും കൂടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുക.
ആ സോസെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഫില്ലിംഗ് ഇടാം. അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ ഇച്ചിരി ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഇടരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേനും എടുക്കുക. അതിലേക്ക് ഒരു 1/4 സവാള, കുറച്ച് മതി, ഒരു 1/4 സവാള, 1/4 ക്യാപ്സിക്കം, ഒരു 1/4 തക്കാളി, പിന്നെ കുറച്ച് ഒലീവ്സ്, ഇത്രയാണ് ഞാൻ അതിൽ ഫില്ല് ചെയ്യാനായിട്ട് ഇടുന്നത്. എന്നിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഞാൻ സവാളയും ക്യാപ്സിക്കവും ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഒരുപാട് നേരിട്ട് വേവിക്കാനും വേണ്ട, 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ചീസാണ്. മിൽക്കി മിസ്റ്റിൻ്റെ പിസ്സ ചീസാണ്. 200 ഗ്രാമിൻ്റെയാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്, നന്നായി ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെച്ചതാണ്. അതിൽ നിന്നും അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇടുക. എന്നിട്ട് അതിലേക്ക് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കും സവാളയും തക്കാളിയും ഒലീവ്സൊക്കെ ഇതിലേക്ക് ഇടുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭംഗിക്ക് നേരത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. നന്നായിട്ട് ഫില്ല് ചെയ്യുക. ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസിൻ്റെ ബാക്കിയില്ലേ, അതും കൂടി ഇട്ടിട്ട് ഫില്ല് ചെയ്യുക. ഞാൻ ഒരുപാട് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടില്ല. നമ്മളിപ്പോൾ വിൽക്കാനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടിയൊക്കെ ചീസ് ഇടാം. ഇതിപ്പോൾ ഒരുപാട് വരിഞ്ഞൊന്നും വരത്തില്ല, എന്നാൽ ആവശ്യത്തിനുണ്ട്. ഇപ്പം വീട്ടിലത്തേക്ക് ആയതുകൊണ്ട് ആവശ്യത്തിന് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ വരിഞ്ഞൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചീസ് ഇടാം. കൂടുതൽ ചീസ് അങ്ങനെ ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ചീസ് ഇട്ടാൽ മതിയാവും. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ തന്നെ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ഒരു പിഞ്ചിട്ടിട്ട് ഒന്ന് എത്രത്തോളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒറിഗാനോയും ഫ്ലേക്സൊക്കെ ഇടാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ കൂടുതൽ ഫ്ലേക്സ് ഇട്ടാൽ മതിയാവും. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട് ഓവൻ. അതിലേക്ക് 15 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഹൈ റാക്കിലേക്ക് ഈ പിസ്സ ട്രേ വെക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഓവൻ അല്ല എങ്കിൽ അടുപ്പിലാണെങ്കിൽ നമ്മൾ മുമ്പ് കേക്കൊക്കെ ചെയ്ത രീതിയിൽ ചെയ്താൽ മതിയാവും. ഒരു അടപ്പാത്രത്തിൽ തിരുവളയിട്ടിട്ട് നിങ്ങൾ ചോറ് കഴിക്കുന്ന നമ്മൾ പണ്ടത്തെ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, അതൊക്കെ മിക്ക വീടുകളിലും കാണാം. അതിൽ വേണമെങ്കിൽ സെയിം രീതിയിൽ ചെയ്യാം. പിസ്സയുടെ ബേസ് വെച്ച് എല്ലാം അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പാൻ ഉണ്ടല്ലോ, അതിലേക്കും ചെയ്യാം. ഒരടപ്പ് വെച്ച് അടച്ചാൽ മതിയാവും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഓവനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ ബേസ് ആണെങ്കിലും കറക്റ്റ് വേവായിരുന്നു. പിന്നെ ആ ഫില്ലിംഗ് ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ചീസും നല്ല മെൽറ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും പറ്റുന്ന രീതിയിൽ വീട്ടിൽ ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ 1-2 സാധനങ്ങൾ കുറഞ്ഞാലും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അടുപ്പിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓവൻ തന്നെ വേണമെന്നില്ല. സാധാരണ എല്ലാ പാത്രങ്ങളിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇട്ടായാലും കമൻറ്റ് ചെയ്യുക. ഈ ചിക്കൻ പിസ്സ നല്ല ടേസ്റ്റ് നല്ലതാണ്. പിസ്സ ഇട്ടായാലും നമുക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് പിസ്സ കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് വരും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കണ്ടാൽ കമൻറ്റ് ചെയ്യുകയാണ്, ലൈക്ക് ചെയ്യുകയാണ്, ഷെയർ ചെയ്യുകയാണ്, കപ്പായി ചെയ്യുകയാണ്, ലൈക്ക് ചെയ്യുക.